അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കണം. ചില സ്വഭാവങ്ങൾ നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ നിന്ദ്യരും നിസ്സാരരുമാക്കി മാറ്റും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ് അഹങ്കാരം, കിബർ. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ വന്നു പോകാത്ത ആളുകൾ വിരളമാണ്. എങ്കിൽ അത് അപകടമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു അണുമണി തൂക്കമെങ്കിലും അഹങ്കാരം ഒരാളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നതാണ്. അള്ളാഹു തന്നിട്ടുള്ള സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും മറ്റു അനുഗ്രഹങ്ങളാണെങ്കിലും അതൊന്നുമില്ലാത്ത ആളുകളുടെ മുമ്പിൽ വലിയ കാര്യമായി പ്രകടിപ്പിക്കുന്ന അഹങ്കാരത്തിന്റെ മനോഗതി നമുക്ക് പാടില്ല. തന്ന അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും അത് പരമാവധി ശുക്ർ ചെയ്യാനുള്ള ഒരു മാധ്യമമായി ഉപയോഗപ്പെടുത്താനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതായിരുന്നാലും അഹങ്കാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യം, രീതി ഹദീസിൽ നമുക്ക് കാണാം. ചെറിയ ഉറുമ്പുകളുടെ രൂപത്തിലാണത്രേ അവർ ഒരുമിച്ച് കൂട്ടുക. ചെറിയ ഉറുമ്പുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, അങ്ങനത്തെ 100 ഉറുമ്പുകൾ ഒരുമിച്ച് കൂട്ടിയാലാണത്രേ ചെറിയ ഒരു ധാന്യത്തിന്റെ ഘനമുണ്ടാവും, അത്രയും നിസ്സാരരായിട്ട്. മശറയിലുള്ള മറ്റു ജനവിഭാഗങ്ങളൊക്കെ കാലുകൊണ്ട് ഇവരെ തട്ടി നീക്കുമെന്നും കാലുകൊണ്ട് ചിലപ്പോൾ ചവിട്ടുമെന്നുമൊക്കെ അതിന്റെ വിശദീകരണത്തിൽ കാണാം. അത്രയും നിസ്സാരരും നിന്ദരുമായിട്ട് നമ്മൾ കാലുകൊണ്ട് ഒരു കാര്യത്തിന് തട്ടി നീക്കണമെന്നുണ്ടെങ്കിൽ, അത് ചവിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വിലയും കൽപ്പിക്കാത്ത വസ്തുക്കളെ നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനത്തെ നിന്ദ്യരും നിസ്സാരരുമായ അവസ്ഥയിലേക്ക് ഈ ദുനിയാവിൽ അഹങ്കരിച്ചു നടക്കുന്ന ആളുകളെ അല്ലാഹു മാറ്റുന്ന. മാത്രമല്ല, മലക്കുകൾ അവരെ നരകത്തിന്റെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നും നരകവാസികളെ കരിച്ചു ചാമ്പലാക്കിയ രക്തവും ജലവും ഒക്കെ മിക്സറായിട്ടുള്ള ത്വീനത്തുൽ ഖബാൽ എന്ന മദ്യപാനികൾക്കൊക്കെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ പാനീയമാണ് അവരെ കുടിപ്പിക്കുക എന്നും ഹദീസിൽ കാണാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ചെറുതെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാൻ എൻ്റെ നഫ്സിനോട് ആദ്യം ഉണർത്തുകയാണ്, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി കളയണം. രണ്ടാമതായി നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിരിക്കുക എന്നത്. ഇത് വലിയ തെറ്റാണ്, ഹറാമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു ഒഴുക്കിൽ ആ ഒരു കൂട്ടം കൂടുന്ന സമയത്ത് മറ്റൊരാളെ കുറിച്ച് ഇങ്ങോട്ട് പറയിൽ തൊടുമ്പോൾ ആവേശത്തോടുകൂടെ പറയുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കണം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ നരകത്തിൽ കണ്ടൊരു വിഭാഗം, ആ വിഭാഗത്തിന് ചെമ്പിന്റെ നഖങ്ങളാണുള്ളത്. നല്ല മൂർച്ചയുള്ള കൂർത്ത ചെമ്പിന്റെ നഖങ്ങൾ. ആ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ മുഖത്തെയും നെഞ്ചിന്റെയും ശരീരഭാഗത്ത് ഇങ്ങനെ മാംസങ്ങൾ സ്വന്തമായി ഇങ്ങനെ മാന്തി മുറിപ്പെടുത്തി പറിച്ചെടുക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മുത്ത് നബി ചോദിച്ചു, അല്ല ജിബ്രീൽ, ഇത് ആരാണ്? എന്ത് തെറ്റു ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുത്തത്, ഇത് ഭൂമിയിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ പച്ച മാംസം, അവരുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ആളുകളാണ്, അവർക്കുള്ള ശിക്ഷയാണെന്ന്. ഈ അഹങ്കാരവും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിരിക്കുക എന്ന ഈ 2 സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാടെ ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.